നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ചൈനയിലെ വുഹാനിൽ നിന്നും പുറപ്പെട്ട കൊറോണ വൈറസ് ബാധിതരായി 2000-ലേറെ പേരാണ് മരണപ്പെടുകയുണ്ടായത്. ഇതോടൊപ്പം തന്നെ 70,000-ലേറെ പേർക്ക് രോഗം സ്ഥിരീകരിക്കുകയുണ്ടായി. അത്തരത്തിൽ ഭയാനകമായ ഒരു സാഹചര്യത്തിലൂടെയായിരുന്നു ലോകം കടന്നുപോയത് തന്നെ. എന്നാൽ ഇപ്പോഴത്തെ ഗൾഫ് രാഷ്ട്രങ്ങളെ കൂടി വരിഞ്ഞു മുറുക്കിയിരിക്കുകയാണ് കൊറോണ. ദുബായിലായിരുന്നു ആദ്യം കൊറോണ വൈറസ് സ്ഥിരീകരിച്ചതെങ്കിലും ബഹ്റൈൻ, കുവൈറ്റ്, ഇപ്പോഴത്തെ ഒമാനിലും 2 വനിതകൾക്ക് കൊറോണ വൈറസ് സ്ഥിരീകരിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിക്കുകയുണ്ടായി. ഇറാനിൽ നിന്ന് വന്ന 2 വനിതകളിൽ നടത്തിയ പരിശോധനയുടെ ഫലം പോസിറ്റീവാണെന്ന് കണ്ടെത്തിയതായി വ്യക്തമാക്കിക്കൊണ്ടാണ് ആരോഗ്യ മന്ത്രാലയം രംഗത്തെത്തിയത്. എന്നാൽ ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നാണ് അവർ പറയുന്നത്. കുവൈറ്റിൽ 3 പേർക്കും ബഹ്റൈനിൽ ഒരാൾക്കും കൊറോണ സ്ഥിരീകരിച്ചതായി ഇരു രാജ്യങ്ങളെയും ആരോഗ്യ മന്ത്രാലയം അറിയിക്കുകയും ചെയ്തിരുന്നു. കുവൈറ്റിൽ 3 പേർക്ക് വൈറസ് ബാധിച്ചതിൽ ഒരാൾ സൗദി സ്വദേശിയാണ്. ബഹ്റൈനിൽ സ്വദേശിക്കാണ് വൈറസ് സ്ഥിരീകരിച്ചത്. ഇറാനിൽ നിന്ന് തിരിച്ചെത്തിയവരാണ് വൈറസ് സ്ഥിരീകരിച്ച എല്ലാവരും എന്നാണ് എടുത്തു പറയേണ്ടത്. ബഹ്റൈനിൽ ആദ്യ കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ച് ആരോഗ്യ മന്ത്രാലയവും ഇന്നലെ രംഗത്തെത്തിയിരുന്നു. ഇറാനിൽ നിന്നെത്തിയ ബഹ്റൈൻ പൗരന് കൊറോണ ബാധയുണ്ടോ എന്ന സംശയം നിലനിന്നിരുന്നു. ഇതാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചുകൊണ്ട് രംഗത്തേക്ക് എത്തിയത്. ഇയാൾ കൊറോണ വൈറസ് ബാധയ്ക്ക് സമാനമായ ലക്ഷണങ്ങൾ കണ്ടതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത്. കൂടുതൽ പരിശോധനകൾക്കായി രോഗിയെ ഇബ്രാഹിം ഖലീൽ കനോ മെഡിക്കൽ സെന്ററിലേക്ക് ഉടൻ മാറ്റുകയും ചെയ്തു. പ്രത്യേക മെഡിക്കൽ സംഘത്തിന്റെ നേതൃത്വത്തിൽ ചികിത്സ പുരോഗമിച്ചു വരികയാണ്. രോഗിയുമായി നേരിട്ട് സമ്പർക്കത്തിലെത്തിയവരെ നിരീക്ഷിക്കുകയും ആവശ്യമെങ്കിൽ ഐസൊലേഷനിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുമെന്നും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുകയുണ്ടായി. വൈറസ് കൂടുതൽ പേരിലേക്ക് പകരാതിരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും അവർ വ്യക്തമാക്കി. കൊറോണ ബാധ സ്ഥിരീകരിച്ച രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരെ 14 ദിവസം നിരീക്ഷിക്കുമെന്നും മന്ത്രാലയം അറിയിക്കുകയും ചെയ്തു. കൊറോണ ബാധ സ്ഥിരീകരിച്ച ഏതെങ്കിലും രാജ്യം സന്ദർശിക്കുകയോ രോഗലക്ഷണങ്ങൾ ഉണ്ടെന്ന സംശയം തോന്നുകയോ രോഗിയുമായി അടുത്തിടപഴകുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ 444 എന്ന നമ്പറിൽ ബന്ധപ്പെടുകയും നിർദ്ദേശങ്ങൾ പാലിക്കുകയും ചെയ്യണമെന്നും മന്ത്രാലയം അറിയിച്ചു. ഇതിനുശേഷം കുവൈറ്റ് എന്നിവിടങ്ങളിൽ പുതിയ കൊറോണ വൈറസ് സ്ഥിരീകരിക്കുകയുണ്ടായി. ഇറാനിൽ നിന്ന് മടങ്ങിയെത്തിയ സൗദി പൗരൻ ഉൾപ്പെടെ 3 പേർക്ക് പുതിയ കൊറോണ വൈറസ് ബാധിച്ചതായി കുവൈറ്റ് അറിയിക്കുകയുണ്ടായി. വടക്കു കിഴക്കൻ ഇറാനിയൻ നഗരമായ മഷാദിൽ നിന്ന് കഴിഞ്ഞ ആഴ്ച ഒഴിപ്പിച്ച 700 പേരിലെ 3 പേർക്കാണ് കൊറോണ സ്ഥിരീകരിച്ചതെന്നും കുവൈറ്റ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. അതോടൊപ്പം തന്നെ കൊറോണ ആദ്യം സ്ഥിരീകരിച്ച ഗൾഫ് രാഷ്ട്രമായ ദുബായിൽ 2 പേർ മുക്തി നേടിയിരുന്നു. 41-കാരനായ പുരുഷനും ഇയാളുടെ 8 വയസ്സുള്ള മകനുമാണ് രോഗമുക്തി നേടിയത്. നേരത്തെ ചൈനയിൽ നിന്നെത്തിയ 73-കാരിയും സുഖം പ്രാപിച്ചു. രാജ്യത്തെ ആരോഗ്യ മേഖലയുടെ കാര്യക്ഷമത കൂടിയാണ് ഇത് തെളിയിക്കുന്നതെന്ന് ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചത്. UAE ചൈനീസ് കോൺസുൽ ജനറൽ ലീ സുഹാങ്, UAE ആരോഗ്യ മന്ത്രാലയത്തിലെ ഇന്റർനാഷണൽ ഹെൽത്ത് റെഗുലേഷൻസ് വിഭാഗം മേധാവി ഡോക്ടർ ഫാത്തിമ അൽ അത്തർ എന്നിവർ ഇരുവരെയും സന്ദർശിച്ചു. തങ്ങൾക്ക് മികച്ച ചികിത്സയും പരിചരണവും നൽകിയതിനും ഇവർ UAE അധികൃതർക്ക് നന്ദി പറയുകയും ചെയ്തു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.